അപ്പോൾ വന്ന് നമ്മൾ ലക്നൗവിൽ എത്തിക്കണേ. ലക്നൗവിൽ വന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മളാണെങ്കിൽ സിനിമ ആരാധകനാണ്, സിനിമ ആസ്വാദകനാണ്, അങ്ങനെയാണ് പറഞ്ഞത്, സിനിമ ആരാധകനല്ല. അപ്പോൾ ഇതാ ചാവ ഈ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തിയേറ്റർ, 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചാവ തിയേറ്റർ, സുദർശൻ തിയേറ്റർ. ഓക്കെ, അപ്പോൾ ഇത് എന്താ കാണിച്ചു തരാം. സിനിമ സുദർശൻ ചാവ. ഇവിടെ ഹോട്ടലുണ്ട്, പിന്നെ അതേമാതിരി ഇവിടെ എന്തൊക്കെ പരിപാടികളുണ്ട്. നമ്മൾ എ സി ആണോ തോന്നുന്നു കേട്ടോ. 110 റുപ്യേൻ്റെ ബാൽക്കണി ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. തോന്നുന്നു വലിയ തിയേറ്ററാണ് തോന്നുന്നത്. ഡെയിലി 4 ഷോ. നമ്മൾ 9:30 ഷോയാണ് എടുത്തത്. ഇതാണ് എന്താണ് ടിക്കറ്റ് കൗണ്ടർ. 60 റുപ്യേൻ്റെ ടിക്കറ്റൊക്കെ ഉണ്ടല്ലോ. 90 താഴത്ത് പിന്നെ ATM ഉണ്ട്. അല്ല ATM. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം സമയം 8:30 ആയിട്ടുള്ളൂ. ഇനി 9:30, 1 മണിക്കൂർ നിൽക്കണം. എന്താ വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല, എന്നാലും ഇവിടെ ഇങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സമയമാകുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ കയറി പോകും, അത്രേ ഉള്ളൂ. നമ്മളെ ഷോ തുടങ്ങാനുള്ള സമയമായി. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. സ്മെല്ല് വന്നിട്ട് ഭയ്യ അതവിടെ നിന്ന് ഇങ്ങോട്ട് തുറക്കണം. അതൊക്കെ ചീപ്പായി. ഇതെന്താ ഐമാക്സോ നോക്കാണ് അർച്ചനെ. ചേന്ന് പറയാൻ കാരണം എന്താ പറയുക, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ തിയേറ്ററൊക്കെ തന്നെ. ഈ തിരൂര് ജയകാർലാൻഡിൻ്റെ ഒരു സെറ്റപ്പ്. ഇതൊക്കെ സ്ക്രീനാണ്, സ്ക്രീനിൽ ഐമാക്സ് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ, സ്ക്വയർ. ഈ സാധനം ഇതാ നമ്മളെ മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടല്ലോ, കറക്റ്റ് സാധനമാണ്. അതിന് പറ്റിയ സ്ക്രീനാണിത്. അതിനെന്തൊരു പേരും പറയാം സ്ക്രീനിന്. സോഫ സീറ്റാണ്. AC ചെറുതായിട്ടുള്ളൂ കേട്ടോ. ഫാനൊക്കെ ഉണ്ട്, AC ഉണ്ട്, ഫാനും ഉണ്ട്. भैया ये AC थिएटर है? AC नहीं, ये दंडा है. തോടെ ദണ്ട AC ഒന്നുമല്ല, ചെറിയ തണുപ്പുണ്ട്, അതെന്താന്നാവോ. എൻ്റെ അമ്മ ചാവേണ്ട സിനിമ. ഒന്ന് നോക്കാം. സൗണ്ടൊക്കെ പുറത്ത് ചെയ്തപ്പോൾ നല്ല പൊളിയായിരുന്നു. ഉള്ളിലെന്താന്നാവോ ആകെ 4 ആളുകളും ബർത്തിനുണ്ട്, അത് വേറെ കാര്യം. बहुत सारे लोग मेरे पीछे पड़े हैं, बस मेरे मुड़ने की देर है.